അങ്ങനെ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഇവിടെ കോട്ടം സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തെ നിലനിർത്താൻ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയപ്പെട്ടാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നൊരു തന്ത്രം UDF ഇവിടെ പ്രയോഗിച്ചത്. UDF നിലമ്പൂരിൽ വിജയിച്ചിരിക്കുകയാണ്. നിലമ്പൂർ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിന് വേണ്ടി UDF തെറ്റായ രാഷ്ട്രീയ നിലപാടുകളാണ് സ്വീകരിച്ചത്. തെരഞ്ഞെടുപ്പിൽ നിലമ്പൂർ CPM ഇടതുപക്ഷവും തുടർച്ചയായി ജയിച്ചു വരുന്നൊരു നിയോജകമണ്ഡലമല്ല. ശ്രീ ആര്യാടൻ മുഹമ്മദ് തുടർച്ചയായി ജയിച്ചു വന്ന ഒരു നിയോജകമണ്ഡലമാണ് 1987 മുതൽ. അപ്പോൾ 87 മുതൽ തുടർച്ചയായിട്ട് ആര്യാടൻ ജയിച്ചുകൊണ്ടിരുന്ന ഒരു നിയോജകമണ്ഡലത്തിൽ ഞങ്ങൾ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയെ വെച്ചുകൊണ്ട് 2 തവണ UDFനെ പരാജയപ്പെടുത്തുകയാണ് ചെയ്തത്. ആ സ്വതന്ത്രനെ UDF അടർത്തിയെടുക്കുകയാണ് ചെയ്തിരുന്നത്. പിന്നെ അത് അവർ തമ്മിലുള്ള തർക്ക വിഷയം. അപ്പോൾ ഒരു സ്വതന്ത്രൻ്റെ കൂടി ഉപയോഗപ്പെടുത്തി, സ്വതന്ത്രൻ്റെ വോട്ടുകൾ കൂടി ഉപയോഗപ്പെടുത്തി ഞങ്ങൾ 2 തവണ UDFനെ ഈ നിയോജകമണ്ഡലത്തിൽ പരാജയപ്പെടുത്തിയത്. തെരഞ്ഞെടുപ്പ് ആരംഭിച്ചപ്പോൾ തന്നെ അതിൻ്റെ നിങ്ങൾ ഈ രാഷ്ട്രീയ വിശകലന വിദഗ്ധന്മാരൊക്കെ ഉണ്ടല്ലോ, അവർ പറഞ്ഞത് ഒന്നാമത്തെയും രണ്ടാമത്തെയും പ്രധാന രാഷ്ട്രീയ പാർട്ടികൾ ഒരുമിച്ചിട്ട് മൂന്നാമത് നിൽക്കുന്ന CPMനെ തോൽപ്പിക്കാൻ എളുപ്പമാണ് എന്നാണ്. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മലയാള ദിനപത്രം, അതിൻ്റെ രാഷ്ട്രീയകാര്യ ലേഖകൻ ഈ തെരഞ്ഞെടുപ്പിനെ വിലയിരുത്തി. അപ്പം അങ്ങനെ പരിശോധിച്ചാൽ ഇടതുപക്ഷത്തിൻ്റെ രാഷ്ട്രീയ അടിത്തറയ്ക്ക് ഇവിടെ കോട്ടം സംഭവിച്ചിട്ടില്ല. ഇവിടെ ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തെ നിലനിർത്താൻ തന്നെ ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൽ ഭയപ്പെട്ടാണ് എങ്ങനെയെങ്കിലും ജയിക്കുക എന്നൊരു തന്ത്രം UDF ഇവിടെ പ്രയോഗിച്ചത്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണ പരസ്യമായി സ്വീകരിച്ചു. ജമാഅത്തെ ഇസ്ലാമിയെ അസോസിയേറ്റ് മെമ്പറാക്കി UDFൽ. അതിൻ്റെ അർത്ഥം ഏറ്റവും തീവ്രമായ ന്യൂനപക്ഷ വർഗീയതക്ക് കീഴ്പ്പെട്ടുകൊണ്ടാണ് വിജയത്തിൻ്റെ വഴി കണ്ടെത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. വേറൊരു ഭാഗത്ത് നമ്മൾ കേട്ടത് നമ്മുടെ BJPയുടെ സ്ഥാനാർത്ഥി തന്നെ പറഞ്ഞു BJP വോട്ടുകൾ UDFന് കൈമാറി. അപ്പോൾ എല്ലാ വർഗീയതയോടും ന്യൂനപക്ഷ ഭൂരിപക്ഷ എല്ലാ തരത്തിലും എന്തെല്ലാം വർഗീയതകൾ കിട്ടാനാകുമ്പോൾ അതിനെല്ലാം സംയോജിപ്പിച്ചുകൊണ്ട് അവരൊരു തെരഞ്ഞെടുപ്പിൽ വിജയിച്ചിരിക്കുകയാണ്. അപ്പോൾ വേറൊരു ആംഗിളിലും കൂടി നമ്മൾ നോക്കണം. ഇവിടെ ലോകസഭയിലേക്ക് ഇപ്പോൾ 2 തെരഞ്ഞെടുപ്പ് ഇവിടെ നടന്നതാണ്. 2 തെരഞ്ഞെടുപ്പ്. ആ 2 തെരഞ്ഞെടുപ്പുകളിൽ UDF ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ അത് വലിയ ഭൂരിപക്ഷം, മഹാഭൂരിപക്ഷമാണ്. അതിനുള്ളൊരു തെരഞ്ഞെടുപ്പിൻ്റെ ഞങ്ങളുടെ പരാജയത്തെ ന്യായീകരിക്കാനല്ല, പക്ഷെ വസ്തുതയായിട്ട് ഇവിടെ അത് കിടക്കുന്നുണ്ടല്ലോ. 65,132 വോട്ടിനാണ് ഇവിടെ പ്രിയങ്ക ഗാന്ധി ജയിച്ചു പോയത്. ഇപ്പോൾ അവർക്ക് ഇവിടെ 99,000 വോട്ടും കിട്ടിയിട്ടുണ്ട്. 99,325. അപ്പോൾ തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ വരുമ്പോൾ 2 തെരഞ്ഞെടുപ്പുകൾ തൊട്ട് മുമ്പായിട്ട് പ്രിയങ്ക ഗാന്ധിയും രാഹുൽ ഗാന്ധിയും മത്സരിച്ച് ഇതിലൊക്കെ വൻ ഭൂരിപക്ഷം നേടി. ഞങ്ങളാകട്ടെ 30% താഴെ വോട്ടാണ് ഇടതുപക്ഷത്തിന് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 2 വലിയ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തോറ്റതിന് ശേഷമാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ മത്സരിക്കാൻ പറ്റുന്നത്. UDF ഭയങ്കര അവരുടെ മുന്നണി വിപുലീകരിച്ചു.
സ്വാഭാവികമായിട്ടും രാഷ്ട്രീയ നിലപാടുകൾ, ഞങ്ങൾ ഇടതുപക്ഷം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ രാഷ്ട്രീയ നിലപാടുകൾ ജനങ്ങൾക്കിടയിൽ വിശദീകരിച്ച് ഒരു വലിയ രാഷ്ട്രീയ വഞ്ചനയെ തുറന്നു കാട്ടി തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുകയായിരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തിൻ്റെ അടിത്തറയ്ക്ക് പരിക്കേൽക്കാതെ UDF ഉള്ള ഈ പോരാട്ടത്തിൽ വിജയിക്കാനുള്ള എല്ലാ പരിശ്രമവും ഞങ്ങൾ നടത്തി. ഞങ്ങളുടേതായ സംഘടനാ രീതിയിൽ ഞങ്ങളതിനെ രാഷ്ട്രീയമായും സംഘടനാപരമായും UDF തോൽപ്പിക്കാനുള്ള പരിശ്രമം നടത്തുകയുണ്ടായി. അവർ രാഷ്ട്രീയത്തിലെ അത്ര ധാർമ്മികത ഇല്ലാത്ത പ്രവർത്തനങ്ങൾ നടത്തി വിജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഞങ്ങൾ തുടർച്ചയായി തോറ്റുകൊണ്ടിരുന്ന ഒരു മണ്ഡലത്തിലാണ് ഇത് എന്ന് നമ്മൾ വിസ്മരിക്കേണ്ടതില്ല. അങ്ങനെ പരിശോധിക്കുമ്പോൾ ഇത് വലിയൊരു തിരിച്ചടിയായിട്ട് കാണേണ്ടതില്ല. അതേസമയം ഏത് തെരഞ്ഞെടുപ്പിലായാലും ഇപ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ വിജയിക്കണമെന്നുള്ള തന്നെയാണോ ഞങ്ങളുടെ പരിശ്രമം. കേരളത്തിലെ ഞങ്ങളുടെ ഗവൺമെൻറ് നടത്തുന്ന നല്ല പ്രവർത്തനങ്ങൾ, പാർട്ടിയുടെ രാഷ്ട്രീയ നിലപാടുകൾ, ഇടതുപക്ഷ നിലപാടുകൾ ഇത് വിശദീകരിച്ചുകൊണ്ട് കൂടുതൽ വിപുലീകരണം നടത്തണം ജനങ്ങളുടെ ഇടയിൽ എന്നുള്ള ഞങ്ങളുടെ പരിശ്രമമുണ്ട്. സ്വാഭാവികമാണ്. ആ പരിശ്രമം ഞങ്ങൾ നടത്തിയിട്ടുണ്ട്. തിരഞ്ഞെടുപ്പിൽ ഞാനീ പറഞ്ഞ ഘടകങ്ങളെല്ലാം ഉണ്ട്. അത് വെച്ചുകൊണ്ട് ഞങ്ങൾ ഈ തിരഞ്ഞെടുപ്പ് അനുഭവങ്ങളെ വളരെ വിശദമായ പരിശോധനയ്ക്ക് വിധേയമാവും.